കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യമാണ് അത് കാണിക്കുന്നത്. ഇത്ര വലിയൊരു സംഖ്യയിൽ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിച്ചുവെങ്കിലും ആ ജനങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അട്ടിമറിക്കുന്ന രീതിയിൽ ഇതിങ്ങനെ വെച്ച് താമസിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, ഗവൺമെൻറ് എന്ന രീതിയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾക്കുള്ളൊരു നിഷേധിക്കുന്നതിന് തുല്യമാണ് കോൺഗ്രസ് ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത്. ഇത് പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ 2-3 പുരുഷന്മാരെ ചുറ്റിപ്പറ്റിയാണ് ചർച്ചകൾ മുഴുവൻ നടക്കുന്നത്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ആ പാർട്ടിയിൽ എത്രയോ സ്ത്രീകൾ ഈ പ്രസ്ഥാനത്തിൽ പാർട്ടിയിൽ പ്രവർത്തിച്ച് സാമൂഹിക പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള പല സ്ത്രീകളും കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കളായിട്ടുള്ള സ്ത്രീകൾ വിജയിച്ചു വന്നിട്ടുണ്ട്. ഇവർ പുരുഷന്മാരെ മാത്രം ചുറ്റിപ്പറ്റിയുള്ള ചർച്ച നടക്കുന്നുകൊണ്ടാണ് എങ്ങും എത്താതെ നിൽക്കുന്നത്. കാരണം അവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി ആവണം. പക്ഷേ നിങ്ങൾ സ്ത്രീകൾ എന്നുള്ള രീതിയിലുള്ള ഒരു സ്ത്രീയെ രാഹുൽ ഗാന്ധി മറ്റൊന്ന് പറഞ്ഞത് കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യം സംസ്ഥാനത്തെ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞതല്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. എന്തുകൊണ്ട് ആ സംസ്ഥാനത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ ഒരു ഗവൺമെൻറ് രൂപീകരണം ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ട് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി എന്നുള്ളത് ചോദിക്കുകയാണ്. ഇപ്പൊ അതേപോലെ തന്നെയാണല്ലോ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ചു എവിടെ എത്തിയിട്ടില്ല. ഈ പറയുന്ന പോലെ സ്ത്രീകൾ തന്നെ വേണമെന്നുള്ളൊരു അഭിപ്രായം അതിലുണ്ടോ? അല്ല, പ്രതിപക്ഷ നേതൃസ്ഥാനം അതിനെ സംബന്ധിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അക്കാര്യം പറഞ്ഞു. അതിൽ ആരായിരിക്കണം എന്തായിരിക്കണം അതിൻ്റെ ആ തീരുമാനങ്ങൾ അവിടെ എടുക്കും. പക്ഷേ ഞാൻ പറയുന്നത് അവിടെ ഇതുവരെയും ചർച്ചകൾ അങ്ങനെ ആ ലെവലിലേക്ക് ഇടതുപക്ഷം ഇരിക്കുകയോ മീറ്റിംഗ് ചേരുകയോ ഈ റിസൾട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ പാർട്ടികളും അവരുടെ ചർച്ചകൾ നടത്തണം. ഇത് ഈ മുഖ്യമന്ത്രി പദത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ പ്രതിപക്ഷത്തിൻ്റെ നേതാവ് അതിൻ്റെ ഉപനേതാവ് എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾ ദയവ് ചെയ്തിട്ട് കുറയ്ക്കരുത്. ഇത് സംസ്ഥാനത്തെ ജനങ്ങളോട് വോട്ട് ചെയ്തവരോടും അല്ലാത്തവരോടും ഒക്കെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് ഇതിനെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ വോട്ട് ചെയ്ത ഏറ്റവും അധികം വോട്ടർമാർ സ്ത്രീകൾ കൂടിയാണ്. ആ പാർട്ടിക്കകത്ത് തന്നെ എത്രയോ സ്ത്രീകൾ വിജയിച്ചു വന്നിരിക്കുന്നു. അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഈ 3-4 പുരുഷന്മാരിൽ കേന്ദ്രീകൃതമായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച.